നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കവേ ലോകശ്രദ്ധ മുഴുവൻ കാലിഫോർണിയയിലെ വെൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലേക്കാണ്. അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ മിനിറ്റ്മാൻ 3 വിജയകരമായി പരീക്ഷിച്ചതോടെ ആശങ്കയേറുകയാണ്. കാലിഫോർണിയയിലെ വെൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് ചൊവ്വാഴ്ച രാത്രി മിസൈൽ വിക്ഷേപിച്ചത്. യുഎസിന്റെ ഡൂംസ് ഡേ മിസൈൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പരീക്ഷണം വിജയകരമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഡൂംസ് ഡേ മിസൈൽ അഥവാ ലോക അവസാന മിസൈൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആയുധത്തിന്റെ പരീക്ഷണം കേവലം ഒരു സാങ്കേതിക പരിശോധന എന്നതിലുപരി നിലവിലെ ആഗോള സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ സൂചനകൾ കൂടി നൽകുന്നുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിൽ US പ്രയോഗിച്ച ആറ്റം ബോംബിനേക്കാൾ 20 മടങ്ങ് പ്രഹരശേഷിയുള്ള ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ഏകദേശം 10,000 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഇതിന് മണിക്കൂറിൽ 24,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. അതായത് വിക്ഷേപിച്ച മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ മിനിറ്റ്മാൻ 3 മിസൈലിന് സാധിക്കും. US എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡ് നടത്തിയ ഈ പരീക്ഷണത്തിൽ മിസൈൽ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകൾക്ക് സമീപമുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചു. GT-255 എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിക്ഷേപണം രാജ്യത്തിന്റെ ആണവ പ്രതിരോധ വ്യൂഹത്തിന്റെ കാര്യക്ഷമതയും സന്നദ്ധതയും ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള പതിവ് വിലയിരുത്തൽ പരിപാടിയുടെ ഭാഗമാണെന്ന് US സ്പേസ് ഫോഴ്സ് അറിയിച്ചു. ഭൂഖണ്ഡങ്ങൾ കടന്ന മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലും ആക്രമണം നടത്താൻ ഇതിന് ശേഷിയുണ്ട്. ഒരു മിസൈൽ ഉപയോഗിച്ച് തന്നെ ഒരേ സമയം പല ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ സാധിക്കും. നിലവിലെ മിഡിൽ ഈസ്റ്റ് സംഘർഷവുമായി ഈ പരീക്ഷണത്തിന് ബന്ധമില്ലെന്ന് US പ്രസ്താവിച്ചു. എങ്കിലും ഇറാനുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു പരീക്ഷണം നടത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. അമേരിക്കയുടെ ആണവ സന്നദ്ധതയുടെ നിലവാരം പരിശോധിക്കാനും മിസൈൽ സംവിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താനും ഈ പരീക്ഷണം സഹായിച്ചുവെന്ന് വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ കാരി റേ പറഞ്ഞു. മിസൈൽ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കൃത്യതയും ഉറപ്പുവരുത്താനാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. അമേരിക്കയുടെ ന്യൂക്ലിയർ ട്രയാഡ് സംവിധാനത്തിലെ കരാധിഷ്ഠിത വിഭാഗത്തിലെ പ്രധാനിയാണ് LGM-30G മിനിറ്റ്മാൻ 3. 1970കളിൽ സൈന്യത്തിന്റെ ഭാഗമായ ഈ മിസൈൽ നിരന്തരമായി നവീകരണങ്ങളിലൂടെ ഇന്നും ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ളതും വിനാശകാരിയുമായ ആയുധമായി തുടരുന്നു. മനുഷ്യരാശിയുടെ അന്ത്യത്തിന് കാരണമായേക്കാവുന്ന പ്രഹരശേഷി ഉള്ളതിനാലാണ് ഇതിനെ ലോകാവസാന മിസൈൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുടെ നിലപാട് മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായിട്ടുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പരീക്ഷണം പല സംശയങ്ങൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. എന്നാൽ US സ്പേസ് ഫോഴ്സ് ഇത് തള്ളിക്കളയുകയാണ്. അതേസമയം ഇറാനെതിരെ സൈനിക നടപടികൾ കുറഞ്ഞത് 1-2 ആഴ്ച കൂടി തുടരാൻ ഇസ്രായേൽ സൈന്യം പദ്ധതിയിടുന്നതായും ഈ കാലയളവിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷ്യസ്ഥാനങ്ങളെ കൂടി ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നതായും ബുധനാഴ്ച ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഭരണകൂടത്തെയും അവരുടെ സൈനിക താവളങ്ങളെ തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇറാനെതിരെ വ്യാപകമായ ബോംബാക്രമണം ആരംഭിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടത്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ നടത്തിയ ആക്രമണത്തിലായി ബുധനാഴ്ച വരെ 5000-ലധികം ബോംബുകൾ ഇസ്രായേൽ വ്യോമസേന വർഷിച്ചതായി സൈന്യം വ്യക്തമാക്കിയിരുന്നു. ടെഹ്റാൻ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഇറാനിലുടനീളം വ്യോമാധിപത്യം ഉറപ്പിക്കുന്നത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തുടരുകയാണെന്നും സൈന്യം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി എയർബേസ് കമാൻഡറായ കേണൽ അലഫ് സ്ഥിരീകരിച്ചു. കിഴക്കൻ ടെഹ്റാനിലെ കൂറ്റൻ ഇറാനിയൻ സൈനിക സമുച്ചയത്തിന് നേരെ നടന്ന ശക്തമായ ആക്രമണ പരമ്പരയിൽ താനും പങ്കാളിയായതായി എയർബേസ് കമാൻഡർ വ്യക്തമാക്കി.